വളരെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ മനക്കിലേക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. കഴിഞ്ഞ ഫെബ്രുവരി 10 ഞാൻ ഖത്തറിൽ നിന്നും തിരികെ നാട്ടിലേക്ക് എത്തുകയുണ്ടായി. ഫാമിലിയിലും അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വരേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പം നാട്ടിലേക്ക് എത്തി. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ്, ഒരുപാട് സിനിമകളുടെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ലായിരുന്നു. ഭ്രമയോഗം, പ്രേമലോ എന്ന് പറയുന്ന ചിത്രങ്ങളുടെ ഒന്നും റിവ്യൂ ഞാൻ ഇട്ടില്ല. എല്ലാ ചിത്രങ്ങളെല്ലാം കണ്ടു. പക്ഷേ അത് ആ ഒരു സമയത്ത് കണ്ടതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇടാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പം ഇന്ന് റിലീസായ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട്, ഒരുപാട് വലിയ കാസ്റ്റ് കൊണ്ട്, ഒരുപാട് വലിയ കോംബോകൾ കൊണ്ടും വല്ലാതെ പ്രതീക്ഷ നൽകിയ 2024 തുടങ്ങുമ്പോൾ തന്നെ ഈ വർഷം തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ്സാക്കരുത് എന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ച ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം. മഞ്ഞുമൽ ബോയ്സിൽ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് അണിനിരന്നിരിക്കുന്നത്. സൗബിന്, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ദീപക് പരമോള്, ചന്തു സലീം കുമാർ, അരുൺ കുര്യന്, അതുപോലെ തന്നെ നമ്മുടെ ഖാലിദ് റഹ്മാൻ, ഇവരൊക്കെയാണ് മെയിനായിട്ട് ചിത്രത്തിലേക്ക് വരുന്ന മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവർ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടൺ ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ചിദംബരം തന്നെയാണ്. ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അജയൻ ചാലിശ്ശേരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത. സൗബിനാണ് ഇതിൻ്റെ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രത്യേകത, വലിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു ചിത്രമാണ്. 2006, 2008 കാലഘട്ടങ്ങളിൽ എറണാകുളത്തുള്ള ഒരു കൂട്ടം ആളുകൾ കൊടൈക്കനാലിലേക്ക് പോവുകയും ഗുണ കേവ് എന്ന് പറയുന്ന ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഒരു കേവിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് അവർക്ക് സംഭവിച്ച ഒരു ഇൻസിഡന്റിനെ ആസ്പദമാക്കിയാണ് ശരിക്കും പറഞ്ഞ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഒറിജിനൽ ട്രൂ സ്റ്റോറി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, സുഷിൻ ശ്യാം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഹൈപ്പ് കയറ്റിയ പോലെ മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന ചിത്രമായിരിക്കും. സത്യമാണ്. ഗംഭീര ചിത്രം. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, 1000 വട്ടം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. അത്ര മികച്ച രീതിയിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കുകയും അതിൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും അവർക്ക് വേണ്ട 11 പേര് 12 പേരുണ്ട്. ഈ 11-12 പേർക്കും എന്താണോ അവരുടെ കഥാപാത്രം അത് കൃത്യമായി എഴുതപ്പെടുകയും ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ രീതികൾ, ഓരോ ഐഡന്റിറ്റികൾ, നമ്മൾക്ക് ഒരിക്കലും അവരെ ഒരാളെ പോലും മറക്കാത്ത രീതിയിൽ അവർക്ക് ഓരോ ഐഡന്റിറ്റി കൊടുക്കുകയും ഗംഭീരമായി ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്യുകയും ആ ഒരു ഇൻറ്റൻഷനും ടെൻഷനും ത്രില്ലിങ് മൊമെന്റ്സും അഡ്വഞ്ചറും കാര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് ക്ലീനായിട്ട് പകർന്നു തരികയും ചെയ്ത ഒരു ഗംഭീര ആർട്ട് വർക്ക്, അല്ലെങ്കിൽ ഇത് താണ്ട സിനിമ എന്ന് പറയുന്ന രീതിയിൽ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര ഗംഭീരമായി ചെയ്തു വെച്ച ഒരു വൻ കിടിലൻ, ഇത് മലയാള സിനിമയ്ക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പറ്റുന്ന, പുതിയ സംവിധായകർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ്. ഇതിന്റെ പോസിറ്റീവുകൾ പറയാനാണെങ്കിൽ ഓരോ ടെക്നീഷ്യൻസിന്റെ പേര് എടുത്തെടുത്ത് പറയേണ്ടി വരും. അത്ര മികച്ച രീതിയിലാണ് ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന്റെ ആർട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. അജയൻ ചാലിശ്ശേരി ഗംഭീരം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. എക്സ്ട്രാ ഓർഡിനറി സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ചിത്രത്തിൽ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, ഒരു ട്രാവൽ സോങ്. ആ ട്രാവൽ സോങ് കാണുമ്പം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു മരത്തിനെ കാണിക്കും, ഒരു മരത്തിന്റെ ചില്ലയിൽ കയറി ഇരിക്കുന്നൊക്കെ ആയിട്ട്. ആ മരം ആർട്ടായിരുന്നു അല്ലെങ്കിൽ അത് സെറ്റിട്ടതാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തിയേറ്ററിൽ നിന്ന് കണ്ട എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര റിയലിസ്റ്റിക്കായി അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുണ കേവ്, ആ കേവിനെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. മൊത്തം ആർട്ട് വർക്കാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നുണ്ട്. അത്ര മികച്ച രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്തത് ഷൈജു ഖാലിദിന്റെ ക്യാമറ വർക്കാണ്. ഒന്നും പറയാനല്ല, ഒരു ആസ്പെക്ട് റേഷ്യോ പിടിച്ചിട്ടുണ്ട്. സാധാരണ സിനിമകൾ കാണുന്ന ഒരു റേഷ്യോയിലല്ല ഈ ചിത്രം ഉള്ളത്. കാരണം അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു ഭീകരതയും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആ രീതിയിലുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ അതിനെ പിടിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. ഒരു സീനിൽ പോലും ഈ ഒരു ഷോട്ട് അലമ്പായി പോയല്ലോ എന്ന് തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ
നമ്മളിലേക്ക് ആ ഒരു ടെൻഷനും, അല്ലെങ്കിൽ അവരെ ടൂറ് പോവുകയാണ്, അവർ അത്രയും പേര്, ഒരു 11 പേര് ടൂറ് പോകുമ്പോൾ ആ ടൂറ് പോകുന്ന സീനുകൾ അല്ലെങ്കിൽ ആ ഒരു കാണുന്ന പ്ലേസുകൾ അതെല്ലാം കൃത്യമായി ഒപ്പിയെടുക്കുകയും, സാധാരണ നമ്മളെല്ലാം ടൂർ പോയിട്ടുള്ളതാണ്, മൂന്നാർ കൊടൈക്കനാലിലൊക്കെ പോയിട്ടുള്ളതാണ്, പോകുമ്പം നമ്മൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മളിലേക്ക് ഒരു മെമ്മറീസ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഒപ്പിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ക്യാമറ വർക്കിങ്ങിനെ കൈകാര്യം ചെയ്യാനും ഒരു 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 ഡിഫറെൻ്റ് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലൈറ്റിങ് കൊണ്ടാണേലും കളർ ഗ്രേഡിങ് കൊണ്ടാണേലും അതിൻ്റെ ഒരു ആംഗിൾ കൊണ്ടാണേലും കിടുക്കി. അടുത്തതിന് പറയാനുള്ളത് സുഷിൻ ശ്യാം. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത്ര മികച്ച രീതിയിലൊരു മ്യൂസിക് ചെയ്യുന്ന, ഇപ്പം മലയാളത്തിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ കമ്പോസിഷനൊക്കെ നടത്തുന്ന ഒരാളുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത്ര മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടെൻഷനും ഇമോഷനും എല്ലാം നമ്മളിലേക്ക് വർക്കൗട്ടാക്കാൻ സുഷിൻ്റെ മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പാട്ടുകളാകെ 2 പാട്ടോ 3 പാട്ടോ മറ്റേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് ഇതിനകത്ത് കളി മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഗംഭീരമാണ്. നമ്മളെ കിടിലം കൊള്ളിക്കാൻ അല്ലെങ്കിൽ പേടി തോന്നുന്ന രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില സീനുകളെ കാണുമ്പോഴേക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മളെ പിടിച്ച് വലിച്ച് സ്ക്രീനിലേക്ക് കയറ്റുന്നത്. ഗംഭീര വർക്കാണ്. അടുത്തത് ചിദംബരം. ഡയറക്ഷൻ, റിട്ടൺ ആൻഡ് ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ജാനമൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു കോമഡി ബേസ്, എന്നാൽ അതിൽ ഇമോഷൻസ് ഉണ്ട്, ഒരു പ്രണയമുണ്ട്, വല്ലാത്തൊരു ഒരു ഒരു ഹോണ്ടിങ് നടത്തുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു കണക്ഷൻ നൽകുന്ന ഒരു സിമ്പിൾ ആൻഡ് ബിഗ് സിനിമയായിരുന്നു ജാനമൻ എന്ന് പറയുന്ന സിനിമ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പക്ഷേ ആ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇത്രയ്ക്ക് ഇമോഷണലി അല്ല ഗൂസ് ബംസ് തരുന്ന രീതിയിലുള്ള ഒരു സിനിമ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത്ര മികച്ച രീതിയിൽ ആ ഒരു കഥയെ എടുത്തു വെക്കുക, റിയൽ സ്റ്റോറീനെ എടുത്തു വെക്കുക, അതും കാണുന്ന പ്രേക്ഷകന് തന്നെ ഒരു ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ടെൻഷൻ ഉളവാക്കുന്ന രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. ചിദംബരം സൂപ്പർ. മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ നിന്ന് കാണുന്നില്ല, പിന്നീട് കാണാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയൊരു നഷ്ടമായിരിക്കും. കാരണം തിയേറ്ററിൻ്റെ ആ ഒരു ആംബിയൻസിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഗംഭീര കിട്ടിലൻ ചിത്രം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്, ഇമോഷൻസ് വർക്കൗട്ടായിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ പിരിമുറുക്കം തന്ന, അല്ലെങ്കിൽ എൻ്റെ കാലെല്ലാം വരിഞ്ഞ് മുറുകുന്ന പോലെ, അല്ലെങ്കിൽ കൈകളെല്ലാം കെട്ടി വരിഞ്ഞ് മുറുകിയ ഒരു ഫീലിലേക്ക് എന്നെ ഇരുത്തി, എടാ അങ്ങനെ സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഒടിഞ്ഞു മടങ്ങി പോകുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയെടുത്ത, അല്ലെങ്കിൽ ആ ഒരു 2.5 മണിക്കൂറിൽ എന്നെ അത്ര ഇമോഷണലി കണക്റ്റ് ആക്കി, അല്ലെങ്കിൽ ഓരോ സീനുകളും ഞാൻ അത്രയേറെ എൻജോയ് ചെയ്ത ഈ അടുത്ത് ഒരു സിനിമ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായിട്ട് വർക്കൗട്ടായ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൈൻഡ് ബ്ലോയിങ് സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, മലയാള സിനിമയിൽ അടുത്ത ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. എല്ലാത്തരം പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് മാത്രമല്ല, ഒരു ഗ്യാങ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം കണക്റ്റ് ആവും. എന്നാൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും കണക്റ്റ് ആകുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രായം, ഏജ് ഗ്രൂപ്പിനോ ഒന്നുമല്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പേര് കണ്ടിട്ട് ഇതൊരു പിള്ളേർ പടമാണ് അല്ലെങ്കിൽ ഒരു ന്യൂജൻ പടമാണെന്നുള്ള വിചാരത്തിൽ പോവുക ചെയ്യേണ്ട. ഇതൊരു എല്ലാ തരം പ്രേക്ഷകർക്കും കണക്റ്റ് ആകുന്ന, ഒരു ഇമോഷണൽ കണക്ഷൻ തരുന്ന ഒരു സിനിമ തന്നെയാണിത്. കണ്ടു നോക്കുക, എൻജോയ് ചെയ്യുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. ഇനി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കെന്തായാലും 100% അല്ലെങ്കിൽ 200% വർക്കൗട്ടായ ഒരു സിനിമ തന്നെയാണ്. ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.